അങ്ങനെ ഞങ്ങൾ ഫൈനലി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുഴപ്പമില്ല, എല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ഒരു ട്രോളി ഇതായിരുന്നു. പക്ഷേ ഇത് വളരെ ചെറുതായിപ്പോയി കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുതെടുക്കണം. കാരണം ഇതിൽ തീരെ സൗകര്യമില്ല. ഞങ്ങൾക്ക് വലിയൊരു ട്രോളിയാണ്. അതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു 8-10 ഡ്രസ്സ് പിടിക്കുന്ന വലിയൊരു ട്രോളിയാണ്. പക്ഷെ അത് ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വലിയ സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വേറൊരു ട്രോളി ബാഗ് കൂടി വാങ്ങാം. ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ 4 ആളുടെ ഡ്രസ്സ് അങ്ങ് പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ കൊണ്ടുവന്നപ്പോഴും ഒട്ടും സ്പേസ് ഇല്ല. പിള്ളേരുടെ 2 പേരുടെയും ഡ്രസ്സ് മാത്രം കൊള്ളുന്ന അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് വാങ്ങുന്നത് കുറച്ച് എക്സ്പെൻസീവും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പൈസ കൊടുത്ത് ഇത്രയും ചെറുത് വാങ്ങുന്നത് വേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരെണ്ണം ഇനിയിപ്പോൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് വേണം അതിൽ പാക്ക് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എന്ന് പറയുന്നത് പിള്ളേർക്കാണ്. അപ്പോൾ കുഞ്ഞൂസിനായാലും മണിക്കുട്ടിക്കായാലും അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞാനൊരു 2-3 ദിവസം മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നാട്ടിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ 2-3 ദിവസമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഡിമാർട്ടിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വന്നു ഞങ്ങളുടെ വീട്ടിലേക്കും. അതുപോലെ ഞങ്ങളിപ്പോൾ അനിയൻ്റെ കുഞ്ഞിനെയൊക്കെ കാണാനാണ് പോകുന്നത്. അച്ഛനമ്മ അനിയൻ്റെ കുഞ്ഞ്. അപ്പോൾ കുഞ്ഞിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ എന്തായാലും പെണ്ണുങ്ങൾ ഒരുക്കല്ലേ നാട്ടിൽ പോകുന്നതിൽ ഇവിടെ പോയാലും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല. ഞാൻ കുറവാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു കൊച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പോകാറ്. പക്ഷെ ഇപ്രാവശ്യം പോയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ ഒരു മടി, ജോലി ചെയ്താകുമ്പോഴേക്കും ലേറ്റാവും, പിന്നെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെയുള്ള എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ പ്ലക്കർ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ പാചകമാണ്. പാചകം എന്ന് പറഞ്ഞാൽ ചിക്കനില്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ ആദ്യം ചിക്കൻ തന്നെയാണ് താരം. ചിക്കൻ അങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് പൊരിക്കാൻ വെച്ചു. രാവിലെ കൊണ്ടുവന്ന ചിക്കനായിരുന്നു. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം എന്താ പറയുക നല്ല മസാലയൊക്കെ പുരട്ടി വെച്ച് ഇതിൽ ഞാൻ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. തൈരും നാരങ്ങാനീരൊക്കെ അതൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ അങ്ങ് മോശമാവില്ല. അല്ലെങ്കിൽ ചിക്കൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മോശമാവില്ല, കാരണം വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ വിചാരിച്ച് കുറച്ച് കടല വറുക്കാന്ന്. അതായത് നമ്മളെ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നില്ലേ. വണ്ടിയിൽ നിന്ന് നമ്മൾ കൂടുതൽ സ്നാക്സ് വാങ്ങുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ അങ്ങ് ഒഴിച്ച് വെക്കുകയാണേ. കുറച്ചധികം വറുത്തെടുത്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കും കൂടി ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് വറുക്കുന്നത്, കടല. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസിലൊക്കെ കണ്ട് ആ ഒരിത് നോക്കിയിട്ടാണ് ഇന്ന് വറുക്കുന്നത്. അപ്പോൾ കടല അങ്ങ് റെഡിയാക്കിയിട്ട് എണ്ണയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് റെഡിയാക്കി. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ടുള്ളത് പനീർ ബിരിയാണിയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉച്ചക്കും വൈകുന്നേരം. പനീർ ബിരിയാണി എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള മസാലയൊന്നുമില്ല, നോർമലിയാണ്. കാരണം നമുക്ക് വൈകുന്നേരത്തോളം നിൽക്കേണ്ടത് കൊണ്ട് നമ്മളധികം മസാല ചേർക്കാതെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഈ ഉള്ളി തക്കാളി മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് തന്നെ കേടാവും. കാരണം നമുക്ക് ഉച്ചയ്ക്ക് നിൽക്കണം, വൈകുന്നേരം നിൽക്കണം. പ്രത്യേകിച്ച് അടച്ച് പൂട്ടി പോകുന്ന സമയത്ത് അത് നന്നാവില്ല, കഴിക്കാൻ വേണ്ടി തീരെ പറ്റില്ല. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് സിമ്പിളാണ്, വെറും മസാല മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ഇപ്പോൾ ചെയ്താകുമ്പോഴേക്ക് രാത്രിയാവും. അതുകൊണ്ട് ഉച്ചക്ക് തന്നെ പണിയെടുത്തു. അതിനിടയിൽ ഞാൻ ഇലയൊക്കെ മുറിക്കാൻ പോയി. അതിൻ്റെ ഒരു കുഞ്ഞ് ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കടല എണ്ണയിലിട്ട് വറുത്തിട്ട് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് വെളുത്തുള്ളി കഴിഞ്ഞു പോയി. നമ്മൾ പോകുന്നതുകൊണ്ട് അധികം സാധനമൊന്നും വാങ്ങാത്തതുകൊണ്ട് വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല.
പിന്നെ വേറൊരു ഇതുപോലെ നമ്മൾ അരിപ്പ പോലെയൊക്കെയുള്ള പാത്രത്തിലൊക്കെ എൻ്റെ കയ്യിൽ അതും ഇല്ല, അതും ഞാൻ നാട്ടിൽ കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് പാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടല അങ്ങ് റെഡിയായി. ഇത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ അതുപോലെ ഡിബ്ബിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് നിൽക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് മക്കാനിയും അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം ഇതൊക്കെ നെയ്യിൽ കുറച്ച് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ നെയ്യിൽ വറുത്തെടുക്കാതെ റോ ആയിട്ടാണ് കൊണ്ടുപോകാറ്. അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും ഒക്കെയാണ് കൊണ്ടുപോകാറ്. പക്ഷെ ഇപ്രാവശ്യം മുന്തിരി വേറെ തന്നെ സെപ്പറേറ്റ് എടുത്തു, പിള്ളേർക്ക് മാത്രമായിട്ട്. പിന്നെ കുറച്ച് മക്കാന ഞാൻ ഉണ്ടല്ലോ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ തവണ കുറേ വേസ്റ്റാക്കി, കാരണം എനിക്ക് ഇതിൻ്റെ ഉപയോഗം അറിയാത്തതുകൊണ്ട്. പക്ഷെ ഇപ്രാവശ്യം നെയ്യിലിട്ട് വറുത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പറ്റുന്നവർ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞാൽ വായി എടുക്കില്ല. ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നു ഇതിപ്പോൾ തന്നെ തീർക്കും, അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടാവില്ല. അങ്ങനെ കടലയിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ അധികം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ജോലിഭാരവും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇഡലി, ചമ്മന്തി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മാങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള. കുറച്ച് തൈര്, കുറച്ച് അച്ചാർ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി. അതിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലേ, കഴിഞ്ഞ തവണയൊക്കെ എടുത്തത് കൊണ്ടാണ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ കുഞ്ഞു നാട്ടിലേക്കുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു.